നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ള ഈ ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും ഓരോ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പ്രപഞ്ചം മുഴുവൻ സ്നേഹം വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിന്റെ സ്രോതസ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. വീണ്ടും എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സെഷൻസിന്റെ യഥാർത്ഥത്തിലുള്ള ആഴത്തിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും റെഗുലറായി മെഡിറ്റേഷൻ, ശുദ്ധീകരണം എന്നിവ പ്രാക്ടീസ് ചെയ്യണം. അതിനേക്കാളും എല്ലാം ഉപരി ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് എടുക്കണം. കാരണം ഇനിയും പ്രാക്ടിക്കലായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് എടുത്ത് നമ്മൾ ആ ദിവ്യ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന പ്രാണാഹുതിയിലേക്ക് കണക്റ്റഡ് ആവണം. ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് വരാം. എല്ലാവരും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒറിജിനൽ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ആ സ്നേഹപ്രവാഹത്തെ കുറിച്ചാണ്. ഫിസിക്സിൽ സിംഗുലാരിറ്റി എന്നുള്ള ഒരു പദമുണ്ട്. എല്ലാ സാധ്യതകളും ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റ്, അതാണ് സിംഗുലാരിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രപഞ്ചം ഉദ്ഭവിച്ചത് ബിഗ് ബാങ്ങിലൂടെയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ബിഗ് ബാങ്ങിന് മുമ്പേ ഉണ്ടായിരുന്നത്?
ബിഗ് ബാങ്ങിന്റെ ആ തലത്തിൽ നിന്നാണ് സ്പേസും ടൈമും ആരംഭിക്കുന്നത്. അപ്പൊ അതിനു മുമ്പേ സ്പേസ് ടൈം ഒരു സാധ്യത മാത്രമായി നിലകൊള്ളുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെ സമയമില്ല. അപ്പൊ അതാണ് സിംഗുലാരിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. സാധ്യതകൾ മാത്രമുള്ള, പോസിബിലിറ്റീസ് ഉള്ള യൂണിഫൈഡ് ആയിട്ടുള്ള സിംഗുലാരിറ്റി. ആ സിംഗുലാരിറ്റി പ്രകടമാകുമ്പോൾ അത് ഊർജമാകുന്നു, പലതരത്തിലുള്ള മാറ്റർ ആവുന്നു. അപ്പൊ അവിടെ ആ സിംഗുലാരിറ്റി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്രിയേഷനും അതിന്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും കൂടിയുണ്ട്. എല്ലാം അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ചോയ്സ്. ആ ഫ്രീഡം ഓഫ് ചോയ്സ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പ്രപഞ്ചത്തിന്റെ ഒരു ഋതമായിട്ട് റെസണേറ്റ് ചെയ്ത് പോകുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാവുന്നു, സാമഞ്ജസ്യം, ഹാർമണി ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, സർവചരാചരങ്ങളും ആ ഹാർമണിയിൽ നിലകൊണ്ടുകൊണ്ടാണ് അവർ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നടത്തുന്നത്. നമ്മൾ ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞു, ഫ്രീഡമും ഡിസിപ്ലിനും. അപ്പോൾ ആ ഡിസിപ്ലിനിൽ നിന്നുകൊണ്ടാണ് അവരെല്ലാവരും ഈ ഫ്രീഡം എക്സ്പ്രസ് ചെയ്യുന്നത്. ആ ഡിസിപ്ലിൻ നിലനിർത്താനായി പരസ്പരം സഹകരിക്കുന്നു, യോജിക്കുന്നു. ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഉണ്ടാവുന്നു, മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് സെൽസ് ഉണ്ടാവുന്നു, സെൽസ് കമ്പൈൻ ചെയ്ത് ഓർഗാനിസംസ് ഉണ്ടാവുന്നു. പക്ഷെ ഓരോ മോളിക്യൂളും, ഓരോ ആറ്റമും, ഓരോ സെല്ലും അതിൻ്റെതായിട്ടുള്ള വ്യക്തിത്വം അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ശരീരം നോക്കിയാൽ അറിയാം, പല കോശങ്ങളുണ്ട്. ഓരോ കോശങ്ങളും അതിന്റെ സ്വഭാവം പ്രകടമാക്കുന്നുണ്ട്. സ്റ്റെം സെൽസ് എന്നുള്ള ഒരു തലമുണ്ട്. സ്റ്റെം സെൽസ് മറ്റുള്ള സെൽസായിട്ട് മാറാൻ ഒരു സാധ്യത ഉള്ള സെൽസാണ്. നമ്മുടെ ശരീരത്തിലും ആ സാധ്യതയുള്ള സെൽസ് ഉണ്ട്. അപ്പൊ ഈ കോശങ്ങളെല്ലാം പരസ്പരം താളത്തിൽ, ഹാർമണിയിൽ ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടാവുന്നു, നമുക്ക് നമ്മുടെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നു. ചില കോശങ്ങൾ ആ ഒറിജിനൽ താളത്തു നിന്നും വേറിട്ടിട്ട് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെ ക്യാൻസർ എന്ന് പറയും. ശരിയായിട്ടുള്ള ആ ഒറിജിനൽ താളത്തെ ലിസൺ ചെയ്യാതെ, അനുസരിക്കാതെ പ്രവർത്തിക്കുന്ന കോശങ്ങൾ എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു രാജ്യം എടുത്താൽ, അല്ലെ ലോകം എടുത്താൽ, ഈ തരത്തിലുള്ള ക്യാൻസറസ് ആയിട്ടുള്ള സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യരിൽ. നിയമങ്ങൾ പാലിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ, ക്യാൻസറസ് ആയിട്ടുള്ള ആൾക്കാർ, അവർ ലോകത്തിന്റെ ഋതത്തിന് പ്രശ്നം ഉണ്ടാക്കും. കാരണം ഈ സത്യം തിരിച്ചറിയുന്നില്ല. അവർക്ക് ഈ തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാനുള്ള ശക്തിയും കഴിവും എപ്പോഴാണ് നിൽക്കുന്നത്? കാരണം ലോകത്തിൽ ഒരു ഋതമുണ്ട്, ഒരു ബേസ് ഉണ്ട്. അത് ഉള്ളത് കൊണ്ടാണ് അവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നത്. അടിത്തറയുണ്ട്. ആ അടിത്തറയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ സാധ്യതകൾക്ക്, ഇപ്പൊ ക്യാൻസറസ് ആയിട്ട് കോശങ്ങൾക്കോ ക്യാൻസർ സ്വഭാവമുള്ള വ്യക്തികൾക്കോ അതിനുള്ള ശക്തി കൂടി നൽകുന്നത് സ്നേഹം തന്നെയാണ്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ആ സ്നേഹം ഇല്ലെങ്കിൽ, ആ സാധ്യത ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പൊ അത് തിരിച്ചറിഞ്ഞിട്ട് അവര് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യം വരും, ഒരു സംശയമില്ല. ഇപ്പൊ ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്, എല്ലാവരുടെയും ശരീരത്തിൽ ക്യാൻസർ സെൽസ് ഉണ്ട് എന്നാണ് സയൻസ് പറയുന്നത്. പക്ഷെ അതിനെ നശിപ്പിക്കുന്ന സെല്ലുകളും നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ ഒരു ബാലൻസ് ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ക്യാൻസർ വരുന്നില്ല. അപ്പൊ ഇതുപോലെ തന്നെ ഒരു ബാലൻസ് ലോകത്തിനുമുണ്ട്. അപ്പൊ അത് ഇല്ലാതെയാക്കുമ്പോൾ അവിടെ കറക്ഷൻസ് വേണ്ടി വരും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മെഡിക്കൽ സയൻസസ് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റും ചെയ്തിട്ട് കറക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കും പുറമേ നിന്ന്. പക്ഷെ ശരിയായിട്ടുള്ള കറക്ഷൻ എന്താണ്? നമ്മൾ ക്യാൻസർ എത്ര ചികിത്സിച്ചാലും പലരും അതൊന്നും ചികിത്സയൊന്നും സക്സസ്ഫുൾ ആവാതെ മരിച്ചു പോകും. ക്യാൻസർ മാത്രമല്ല, എന്ത് രോഗമായാലും അവസാനം പ്രായമായിട്ട് നമ്മൾ മരിക്കും. അപ്പൊ ആ ഒരു പോസിബിലിറ്റി,
വീണ്ടും ആരംഭിക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ് യഥാർത്ഥത്തിൽ ഈ മരണം നൽകുന്നത്. മരണം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ പ്രകടനമാണ് എന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. കാരണം വീണ്ടും ആരംഭിച്ചോളൂ, നമുക്ക് സ്ലേറ്റ് എല്ലാം വായിച്ചിട്ട് രണ്ടാമത് തുടങ്ങാൻ ഒരു ന്യൂ ബിഗിനിങ്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് മരണത്തെ കാണുന്നത്. ഒരു കുട്ടി തോറ്റു കഴിഞ്ഞാൽ വീണ്ടും പഠിക്കാനുള്ള അവസരം, നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്താൽ വീണ്ടും കറക്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു അവസരം, അതും നൽകുന്നത് സ്നേഹം തന്നെയാണ്. അപ്പൊ അബ്സല്യൂട്ട് ആയിട്ടുള്ള ആ സിംഗുലാരിറ്റി, അതിലേക്കുള്ള യാത്രയിലാണ് എല്ലാ കോശങ്ങളും, ഈ ക്രിയേഷൻ മുഴുവൻ എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഷെയർ ചെയ്തിട്ടും പരസ്പരം സഹായിച്ചിട്ടും സ്വയം ഡെവലപ്പ് ചെയ്തിട്ടും ഇങ്ങനെ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ അടിസ്ഥാനപരമായിട്ടുള്ള ആ സ്നേഹത്തെ മാനിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മാർഗം ലക്ഷ്യത്തിലേക്കാണ്. അതുകൊണ്ടാണ് മാർഗമാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ മാർഗം എന്ന് പറയുന്നത് ഷെയറിങ്, കെയറിങ്, കമ്പാഷൻ, ഇതെല്ലാം സ്നേഹത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. അതിൽ തന്നെ നിലകൊണ്ടുകൊണ്ട് നമ്മൾ ജീവിതം അനുഷ്ഠിക്കുകയാണ്. നമ്മൾ ആ ലക്ഷ്യം എന്ന സ്നേഹം, എല്ലാ സാധ്യതകളുള്ള സ്നേഹത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞു. പിന്നെ അത് കൂടുതൽ കൂടുതൽ ഡീപ്പൻ ചെയ്യാറുണ്ട്. ഇതിനൊരു അവസാനമില്ല. സ്നേഹം നമ്മൾ ആയിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. പിന്നെയും മുന്നോട്ട് പോകണം. കാരണം അനന്തമായിട്ടുള്ള ഒരു സ്രോതസ്സാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു ഇന്റഗ്രേഷൻ ആണ് നടക്കുന്നത്. മനുഷ്യന്റെ തലം എത്തുമ്പോൾ ഫ്രീഡം ഓഫ് ചോയ്സ് വളരെയധികം എക്സ്പ്രസ്ഡ് ആണ്. മനുഷ്യന് ആ സ്വയം കഴിവുകൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. മനസ്സ് അത്രയും ഡെവലപ്പ് ചെയ്തിരിക്കും. അതുകൊണ്ട് മനുഷ്യൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ യാത്ര കണ്ടിന്യൂ ചെയ്യാം. മനുഷ്യന്റെ തലം വരെ ഇത് നാച്ചുറലാണ്. എവല്യൂഷൻ വളരെ നാച്ചുറലാണ്. പ്രകൃതി അതിനെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ മനുഷ്യന്റെ തലത്തിൽ ഇനിയുള്ള എവല്യൂഷനിൽ മനുഷ്യന്റെ പാർട്ടിസിപ്പേഷൻ ആവശ്യമില്ല. കാരണം ഇവിടെ മനസ്സിന്റെ എവല്യൂഷനാണ് ഇനി. നമുക്ക് പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ആവശ്യമുള്ളതെല്ലാം പ്രപഞ്ചം തന്നെ നമുക്ക് തരുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിന് ചികിത്സയ്ക്ക് ആവശ്യമുള്ള മെഡിസിൻസ്, ആ മെഡിസിൻസ് പ്രവർത്തിക്കാൻ ഉള്ള റിസപ്റ്റേഴ്സ് നമ്മുടെ ശരീരത്തിനുണ്ട്. അതുകൊണ്ടാണ് ആ മെഡിസിൻ പ്രവർത്തിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. അനാൽജസിക്സ്, മോർഫിൻ എന്ന് പറഞ്ഞ ഡ്രഗ് ഒക്കെ ഉണ്ട്. ഓപ്പിയേറ്റ് ഡ്രഗ്സ്, വേദന കുറയ്ക്കാനും അതുപോലെ ശാന്തത കൊടുക്കാനും ഉപയോഗിക്കുന്ന ഡ്രഗ്, ഓപ്പിയേറ്റ് ഡ്രഗ്സ്. അത് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? കാരണം ശരീരത്തിൽ ഓപ്പിയേറ്റ് ഡ്രഗ്സ് റിസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ്. നമുക്ക് പുറമേ നിന്നും ഇൻസുലിൻ കൊടുക്കുമ്പോൾ ഇൻസുലിൻ എന്തുകൊണ്ടാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്? കാരണം ഓൾറെഡി ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ അതിനുള്ള റിസപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് അതിന് പറ്റുന്ന മരുന്ന് നമ്മൾ പുറത്ത് കണ്ടുപിടിക്കും. അപ്പൊ യഥാർത്ഥം നമ്മൾ കണ്ടുപിടിക്കുന്നില്ല, നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ യൂട്ടിലൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് ഗ്രാവിറ്റി ഉപയോഗിച്ച് നമ്മൾ വാഹനങ്ങൾ ഉണ്ടാക്കും. നമ്മൾ അതിനെ നിയമങ്ങൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ബൾബ് കത്തിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് മൊബൈൽ ഫോൺസും ഇന്റർനെറ്റും എല്ലാം പ്രവർത്തിക്കാൻ സാധിക്കും, ടെലിവിഷനും എല്ലാം പ്രവർത്തിക്കാൻ സാധിക്കും. ഓൾറെഡി ഉള്ള കാര്യങ്ങളെ യൂട്ടിലൈസ് ചെയ്യാൻ മനുഷ്യന് കഴിവുണ്ട്. അവിടെയാണ് മനുഷ്യന് ഇനിയുള്ള പരീക്ഷണം. അവിടെ ഈഗോ പാടില്ല. കാരണം സമയമാകുമ്പോൾ റിവീൽ ചെയ്യപ്പെടുകയാണ്. കൂടുതൽ സാധ്യതകൾ റിവീൽ ചെയ്യപ്പെടുകയാണ്. എന്തിനാണ് ഈ സാധ്യത റിവീൽ ചെയ്യപ്പെടുന്നത്? വീണ്ടും ഉയരാൻ വേണ്ടി. അവസാനിച്ചിട്ടില്ല, ഈ യാത്ര അവസാനിച്ചിട്ടില്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെയധികം വളർന്നു എന്ന് പറയുന്നു. പക്ഷെ കമ്മ്യൂണിക്കേഷന്റെ വളരെ ബാലാവസ്ഥയിൽ മാത്രമാണ് നമ്മൾ എന്ന് മനസ്സിലാക്കണം. ഇനിയും കമ്മ്യൂണിക്കേഷൻ വളരും. മാധ്യമങ്ങളില്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും. ടെലിപ്പതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ചിലർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസിന് ഹയർ ലെവലിലുള്ള കണക്ഷൻസ്, റെസണേഷൻ വേണം. അപ്പൊ സ്നേഹത്തിൽ ഉയരുമ്പോഴാണ് ഈ തരത്തിൽ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ യാത്രയിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. നമുക്ക് ആ പോസിബിലിറ്റീസ് റിവീൽ ചെയ്യപ്പെടുന്നത് എപ്പോഴും വിനയാന്വിതരായിട്ടുള്ള, സ്വയം മനസ്സിനെ സംയമം കൊണ്ടുവരാൻ സാധിക്കുന്ന വ്യക്തികളിലേക്കാണ് ഈ റിവലേഷൻസ് വരുന്നത്. അപ്പൊ അത് മനുഷ്യരാശിയെ ഉയർത്തുന്നു, അത് നൽകപ്പെടുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ ഷെയർ ചെയ്യണം. അപ്പൊ സിംഗുലാരിറ്റിയിലേക്ക് ഉയരുമ്പോൾ
സാധ്യതകളിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ഉയർന്ന സാധ്യതകളിലേക്ക് വരുമ്പോൾ, സ്നേഹത്തിന്റെ തലങ്ങളിൽ ഉയർന്നു വരുമ്പോൾ, സ്നേഹം കൂടുതൽ നമ്മൾ കൊടുക്കാനുള്ള ആ ഒരു താല്പര്യം, ആ കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് വളരുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യൻ ഒരു ബ്ലോക്കിൽ എത്തിച്ചേരും, ട്രാഫിക് ബ്ലോക്കിൽ എത്തിച്ചേരുകയാണ്. ഇതേക്കുറിച്ച് എല്ലാവരും ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യൂ. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.